കിച്ചണിൽ നടക്കുന്ന ബഹളം എന്തുവാണെന്ന് അനുമോളും ആദിലയും നൂറയും കൂടെ ചോദിക്കുകയാണ് ബിന്നിയോട്. അപ്പം ബിന്നി പറയാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം വന്നതുകൊണ്ട് ജിസേൽ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ, നമുക്ക് വന്നതെല്ലാം നോൺ വെജാണ്. അപ്പം പ്രത്യേകിച്ച് ഒന്നും കുക്ക് ചെയ്ത് കൊടുത്തില്ല ജിസേലിന്. ജിസേൽ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ. രാവിലെ അവൾ കുക്ക് ചെയ്യാനായിട്ട് വന്നപ്പോൾ അവളെ അലോ ചെയ്തില്ല. എന്നിട്ട് ഇപ്പോൾ അവളെ അലോ ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ജിസേൽ കുക്ക് ചെയ്ത സമയത്ത് അനുമോളെ വിളിച്ചതുമില്ല. പിന്നെ മുന്നേ അനുമോൾ പറഞ്ഞിരുന്നതാണ് ജിസേൽ കുക്ക് ചെയ്യുമ്പോൾ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അന്നേരം അതിന് അലോ ചെയ്തില്ല. ഞാനിപ്പോൾ ആ കാര്യം ചോദിച്ചതാണ്. പക്ഷേ അപ്പോൾ അവർ 3 പേരുണ്ടല്ലോ സൂപ്പർവൈസ് ചെയ്യാനായിട്ട്, അക്ബറും ഷാനവാസിക്കയും അനീഷും ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് അനുമോളുടെ ആവശ്യം എന്നാണ് ചോദിക്കുന്നത്. ഒനിലും ഉണ്ടല്ലോ. ജിസേലിനെ പട്ടിണിക്കിടണമെന്നാണോ ഞാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വളച്ചൊടിക്കുകയാണ് അക്ബർ. അപ്പം ഞാൻ പറഞ്ഞ അതല്ല, രാവിലെ നിങ്ങൾ കയറ്റിയില്ല, പിന്നെ ഇപ്പം ജിസേൽ കയറിയ കാര്യം അനു അറിഞ്ഞിട്ട് പോലുമില്ല. അത് അനുവിനെ തന്നെ എന്താ നിർത്തണമെന്ന് നിർബന്ധം? ഒനിലോ അല്ലെങ്കിൽ അക്ബറും ഒക്കെ ഇല്ലേ, അത് പോരേന്നൊക്കെ ചോദിച്ചിട്ട് വെറുതെ അവർ ഓരോന്ന് വളച്ചൊടിച്ച് സംസാരിക്കുക. അതിപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ വെളുപ്പിന് കാപ്പി ഇട്ട് കുടിച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ അന്നേരം അതിന് ശേഷം ഞാനങ്ങ് മാറിപ്പോയി, ക്യാപ്റ്റൻ അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറയുകയാണ്. അനീഷ് പറയുന്നത് ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനല്ല, ഞാൻ എല്ലാവരെ കൊണ്ടും പറഞ്ഞ് ഓരോരുത്തരെ കൊണ്ടും അവരുടെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. ഷാനവാസിക്കായ്ക്ക് ഇതിനകത്ത് ഇടപെടേണ്ടെന്ന് യാതൊരു കാര്യവുമില്ല. ഷാനവാസിക്കായും അക്ബറും കൂടി ഇതിനകത്ത് എണ്ണ കോരി ഒഴിച്ച് ഇവളോടുള്ള വിരോധത്തിന് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. പ്രശ്നം എത്ര വലുതാക്കാവോ അത്രയും വലുതാക്കിക്കൊണ്ടേയിരിക്കുക എന്ന് ബിന്നി പറയുന്നുണ്ട്. അനുമോൾ ഡയറക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞത് അക്ബറിനും ഒനിലിനും ഷാനവാസിനും ഇഷ്ടപ്പെട്ടില്ല. ഷാനവാസ് സൈഡിൽ കൂടെ നിൽക്കുന്നു, പക്ഷേ എരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അക്ബറിനെ കൊണ്ട് പറയിക്കുകയാണ്. അക്ബർ പറയുന്നുണ്ട് എനിക്ക് കുക്ക് ചെയ്യാൻ പോലും അറിയാത്ത ഞാനാണ് ചപ്പാത്തി പരത്തിയിരിക്കുന്നത്. ഞാൻ പരത്തിയ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് ഇന്ന് നിങ്ങൾ കഴിച്ചില്ലേ, അപ്പോൾ പിന്നെ കുക്കിംഗ് അറിയാം അല്ലെങ്കിൽ അറിഞ്ഞുകൂടാന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. ഇച്ചിരി ലോജിക്കായിട്ടുള്ള കാര്യം സംസാരിക്കുക ബിന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയാണ്. ഇവിടെ കിച്ചൻ്റെ ഒരു ക്യാപ്റ്റൻ ഉള്ള സ്ഥിതിക്ക് പിന്നെ അനുമോൾ ആരാണ് ഇവിടെയൊക്കെ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി? ജിസേൽ കുക്ക് ചെയ്യണോ, കുക്ക് ചെയ്യണ്ടായോ, ജിസേൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് കിച്ചൻ്റെ ടീം തന്നെ ഇവിടെ ഉണ്ട്. അനുമോൾ ഞങ്ങളെപ്പോലുള്ളൊരു മെമ്പർ മാത്രമാണ്. അനുമോൾ ആരാ ഡയറക്ഷൻ ചെയ്യാൻ? കിച്ചൺ ക്യാപ്റ്റനെക്കാട്ടി വലുതാണ്.